ഒരു രക്ഷയില്ല കേട്ടോ. അതിശക്തമായ കാറ്റാണ്. ഇത് ഹെവിയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ, കാണാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്ക്. ഒരു വെള്ളച്ചാട്ടമാണ് മനസ്സിലാക്കാം. ഇത് അതുപോലെ വീണ്ടും ഇവിടെ മുഴുവൻ നമ്മൾ നനയോട്ടോ, ശരിക്കും നനയോട്ടോ. ഇത് നോക്കി, എന്റെ പൊന്നെ വെള്ളച്ചാട്ടം. ഇതാണ് ഇപ്പൊ ഹോഴ്സ് ഷൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു രക്ഷയില്ല. മൈ ഗോഡ്, എന്റെ പൊന്നെ. അതെ, അതിന്റെ മേളിലേക്ക് നമ്മളൊരു സ്വർഗത്തിലൊക്കെ നിന്നിട്ട് വെള്ളയ്ക്ക് നോക്കുന്ന ഒരു അവസ്ഥയായിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ഒരു മിസ്റ്റ് വന്നിട്ട് അവിടെ മുതലാവാത്ത ഇവിടം വരെയുണ്ട്. നമ്മൾ ഒരിക്കലും എന്തൊക്കെ ഹൈപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്നുള്ള യാത്ര നയാഗ്രയിൽ എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി 8:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാത്രി, തിങ്കളാഴ്ച രാത്രി, ചൊവ്വാഴ്ച രാത്രി 8:30 നമ്മൾ നയാഗ്രയിലെത്തി. 4 ദിവസം എടുത്തു. ഏകദേശം 2500 മൈലായിരുന്നു. 2600 മൈലിൻ്റെ അടുത്ത് വന്നു. കാരണം നമ്മൾ ഇടയ്ക്ക് ഒരു വീട്ടിൽ കയറിയതുകൊണ്ട്. അപ്പോൾ 2400-500 മൈൽ കൂട്ടിക്കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഏകദേശം ഒരു 600 മൈലാണ് ഡെയിലി നമ്മൾ ഓടിച്ചിരിക്കുന്നത്. 6×4=24. ആരെങ്കിലും കാലിഫോർണിയയിൽ നിന്ന് നയാഗ്രയ്ക്കോ ന്യൂയോർക്കിലേക്കോ പോകുന്നുണ്ടെങ്കിൽ, ന്യൂയോർക്കിലേക്ക് ഇവിടുന്ന് നമ്മൾ കാലിഫോർണിയയിൽ നിന്ന് നയാഗ്രയ്ക്ക് വരുന്നതിനേക്കാളും വരുമ്പോൾ ഒരു 200 മൈലൂടെയാണ് കൂടുതലുള്ളൂ നേരെ ന്യൂയോർക്കിലേക്ക് പോകുമ്പോൾ. നയാഗ്രയിലേക്ക് വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറണം. പിന്നെ ഇവിടുന്ന് നയാഗ്രയിൽ നിന്ന് വീണ്ടും ന്യൂയോർക്കിലേക്ക് പോകണമെങ്കിൽ ഒരു 400 മൈലൂടെ നമ്മൾ എക്സ്ട്രാ പോകണം. അപ്പോൾ ന്യൂയോർക്കിൽ പോകണമെങ്കിലും ഒരു 4 ദിവസം ഡ്രൈവിംഗ് കൂട്ടിയാൽ മതി. നമ്മൾ അധികം ഇൻറ്റൻസീവായിട്ട് ഡ്രൈവ് ചെയ്യാറില്ല. നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ അധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ കൂടെ നമ്മൾ വിസിറ്റ് ചെയ്തില്ല. ആകെ നമ്മളൊന്ന് ഇറങ്ങി വിസിറ്റ് ചെയ്തത് നമ്മുടെ നയാഗ്രയ്ക്ക് വരുമ്പോഴുള്ള ഫ്രീവേ 90 അയ്യോവയിൽ വെച്ചിട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ട്രക്ക് സ്റ്റേഷനിൽ മാത്രമാണ് നമ്മൾ ഇറങ്ങിയുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് ഏരിയയിൽ, ഹോട്ടലുകളിൽ, അതല്ലാതെയുള്ള റെസ്റ്റിംഗ് പ്ലേസുകൾ, ഇങ്ങനെയുള്ളിടത്ത് മാത്രമേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. എന്നാലും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റ് ചെയ്ത് വണ്ടി ഓടിച്ചു വന്നു. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു, വാപ്പിച്ചിയും ഉമ്മച്ചിയും എല്ലാവരും വളരെ എനർജറ്റിക്കാണ്, ഹെൽത്തിയാണ്, യാതൊരു പ്രശ്നമില്ല. ഏതൊരാൾക്ക് വേണമെങ്കിലും അമേരിക്കയിലെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് സമ്മറിൽ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 28-7 ഡേറ്റിലാണ്. ഇന്നിപ്പോൾ ജൂലൈ 2-ാം തീയതിയായി. അപ്പോൾ ഈ സമ്മറിലാണെങ്കിൽ നമുക്ക് ഈസ്റ്റ് സൈഡിലേക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒട്ടും തണുപ്പില്ല. ഈവൻ നയാഗ്രയിൽ നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയൊന്നും ഒട്ടും ഇവിടെ ഇപ്പോൾ ഇത്രയും ദിവസം വണ്ടിയിൽ കിടന്നുകൊണ്ട് അവർക്ക് വണ്ടിയിൽ കിടക്കാനായിരുന്നു താല്പര്യം. ക്യാമ്പിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ടെൻറ്റിൽ കിടക്കാൻ. പക്ഷേ ടെൻറ്റിൽ കിടന്നിട്ട് രാവിലെയാണ് എണീക്കുന്നത്. അത്രയ്ക്ക് സേഫായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ്. നമ്മുടെ ക്യാമ്പ്, നമ്മൾ ടെൻറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ഇത്. നമ്മുടെ ഒരു കെനോപ്പി, അവിടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ. അവിടെ ഫുഡ് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ. പിന്നെ ഇവിടെ ചെയറുകൾ. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ടെൻറ്റ് കെട്ടുന്നതല്ല, ടെൻറ്റ് വിത്ത് കെനോപ്പി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കാണുന്നതായിരിക്കും ഒരു പക്ഷേ കെനോപ്പി. പിന്നെ ഈ സിമെൻറ്റ് ഇട്ടിരിക്കുന്നൊരു തറയൊക്കെ ഉണ്ട്. സാധാരണ ഈ സിമെൻറ്റ് ഇട്ടിരിക്കുന്ന തറയൊന്നും ഉണ്ടാവാറില്ല സാധാരണ ക്യാമ്പിംഗ് ഏരിയയിൽ. അപ്പോൾ ഇതിനൊരു $10-15 മാത്രം കൂടുതലുള്ളൂ. KOAയുടെ ക്യാമ്പിങ്ങിലാണ് നമ്മളുള്ളത്. ഇതുപോലത്തെ 4 ചെയറുണ്ട്. നല്ല ചെയറാണ് കേട്ടോ. 1 2 3 4 ചെയറുണ്ട് അവിടെ. അത് കൂടാതെ ഇവിടെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഏരിയ, പിന്നെ ട്രാഷ് ഇടാനൊക്കെയുള്ള ഇവിടെ ഒരു ടാപ്പുണ്ട്. അത് വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഈ ടാപ്പിൽ വെള്ളം വരും. ഇവിടെ വെള്ളമുണ്ട്. അത് കൂടാതെ നമുക്കിവിടെ പവർ ലൈറ്റ് ഉണ്ട്. അതുണ്ട്, അവിടെ ലൈറ്റ് ഉണ്ട്. ടെൻറ്റ് ക്യാമ്പിങ്ങിൽ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലൈറ്റ് ഇല്ലെങ്കിൽ മൊത്തം ഒരു ഇരുട്ടായിരിക്കും. ഇത് ഫുൾ ടൈം ഓൺ ചെയ്തിട്ടേക്കാം. അതിവിടെ പ്ലഗ് ഉണ്ട്. ഈ പ്ലഗ് പോയിൻറ്റും വാട്ടറും ഉള്ള ടെൻറ്റ് സൈറ്റുകൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ ലാഭകരം, വളരെ പ്രയോജനപ്രദമാണ്, നമുക്ക് മനസ്സിലായി. പിന്നെ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. ഫോൾഡിങ് ടേബിളുകൾ, പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സംഗതികൾ അവിടെയുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട് ഗ്രില്ല് ചെയ്യാനുള്ള. അത് മറ്റേ ഫയർ ഇതിനുള്ളത്. ഇത് നമ്മുടെ നിങ്ങൾ എല്ലാ വർഷം എപ്പോഴും കാണാറുള്ള നമ്മുടെ സ്ഥിരം
ക്യാമ്പിംഗ് ടെൻറ്റ്. ഇതിൽ വലിയ 2 ബെഡാണുള്ളത്. 1 2. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 പേര് വെച്ച് കിടക്കുന്ന ടെൻറ്റാണ്. പക്ഷെ എന്നാലും അതിൽ നമ്മൾ ഇന്നലെ 3 പേര് വെച്ചിട്ട് 6 പേര് കിടന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റി. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അത് 2 പേർക്ക്, പാപ്പച്ചിക്കോ ഉമ്മച്ചിക്കോ, ഇത് ഞങ്ങൾക്ക് 2 പേർക്ക്, പിന്നെ ഇത് കുട്ടികൾക്ക് 2 പേർക്ക്, അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷേ എല്ലാവരും കൂടി അവിടെ കിടന്നു. ഇഷ്ടം പോലെ സ്പേസ് ആയിരുന്നു. അത് 6 പേരുടെ ക്യാമ്പിംഗ് ടെൻറ്റാണ്. പക്ഷേ ഇങ്ങനെ തണുപ്പൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബെഡാണ് ഏറ്റവും വലിയ കാര്യം. അത്രയ്ക്ക് വലിപ്പമുള്ള ബെഡുകളാണ്. 2 എയർ ബെഡാണ്. നമ്മൾ എയർ ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന് ഹീറ്റർ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഹീറ്റർ ഓൺ ചെയ്തു വാപ്പിച്ചിക്കും വെച്ചിക്കും വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും അധികം ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗുകളുണ്ടായിരുന്നു. അതെല്ലാം അതിൻ്റെ അകത്താണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആക്ച്വലി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ 2 ദിവസത്തേക്കാണ് ഈ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു അവാർഡൊക്കെ കിട്ടിയ ഒരു പ്രത്യേക ടൈപ്പ് സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നു, അവിടെ ഒരു കോട്ടേജ് പോലെയുണ്ട്. അത് നമുക്ക് എടുക്കാമായിരുന്നു. അധികം റേറ്റ് ഇല്ല. ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം അതിന് ഒരെണ്ണത്തിന് $130 ഉള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 പേർക്കേ കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ അങ്ങോട്ടേക്കുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ഏരിയ ഇങ്ങോട്ടേക്കാണ്. നമ്മൾ തൊട്ട് താഴെയുള്ളൊരു സ്റ്റെപ്പ് പോലുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രൈവസി കൂടുതലുണ്ട്. പേടിയാവുന്നവർക്കൊന്നും ഇവിടെ പേടിയാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മറ്റ് ക്യാമ്പ് സൈറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഒട്ടും തോന്നില്ലാത്ത രീതിയിലുള്ളൊരു സ്ഥലമാണ്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മളപ്പം നയാഗ്രയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വാപ്പിച്ചി ഇവിടെ എടുത്ത ഫോട്ടോസൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. വാപ്പിച്ചി എങ്ങനെയുണ്ട്? ക്യാമ്പിങ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ആണോ? ഇഷ്ടായോ? നന്നായിട്ട് ഉറങ്ങി. അടിപൊളിയായിട്ട് ഉറങ്ങിയാ? ഓക്കെ. പിന്നെ ഉമ്മച്ചി ക്യാമ്പിങ് എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയാ? ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയല്ല. അതെ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായി കഴിച്ച്. പിന്നെ കിടന്നിട്ട് ഉറക്കമൊക്കെ വന്നായിരുന്നോ? കിടന്നിട്ട് ഉറക്കം വന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ. റോഷിനി എങ്ങനെയുണ്ടായിരുന്നു ഈ ക്യാമ്പ് സൈറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? സാധാരണ ക്യാമ്പ് സൈറ്റ് ആയിട്ട് എന്താ വ്യത്യാസം? ഇത് കുറച്ചും കൂടി നമുക്ക് സേഫ് ആയിട്ട് തോന്നി. അധികം കാടിനോട് അത്ര അടുത്തല്ലല്ലോ. പിന്നെ ടൗണിനോട് കുറച്ചും കൂടി അടുത്താണ്. പിന്നെ നമുക്ക് മാത്രമായിട്ടൊരു നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം കിട്ടി. അടുത്തടുത്ത് വേറെ ടെന്റില്ലല്ലോ. പിന്നെ ഇവിടെ പൂളുണ്ട്. പിന്നെ കുറെ ആനിമൽസ്, ബേർഡ്സ് അതിനെ കാണാൻ പറ്റി. നമ്മൾ താമസയിൽ വെച്ചിട്ട് ഏറ്റവും സൗകര്യമുള്ള ഒരു അടിപൊളി ക്യാമ്പ് സൈറ്റ് ആണ് ഇതല്ലേ? അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. മോനും എങ്ങനെയുണ്ടാ? ഇഷ്ടമായി? ഭയങ്കര അടിപൊളിയായി. ഇത് ബാസ്കറ്റ്ബോൾ കോർട്ട്, പിന്നെ പൂളും, പിന്നെ എല്ലാം കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ വന്ന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാഗ്ര ഫാൾസ് കാണാനാണ്. അപ്പോൾ നമുക്ക് നേരെ നയാഗ്ര ഫാൾസ് കാണാൻ പോകാം. യെസ്, ഇതിന് റോവർ എന്നാട്ടോ പറയുന്നത്. ഭയങ്കര ഗുണമാട്ടോ. നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുമ്പോഴും ബീച്ചിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് സാധനങ്ങൾ നല്ല വെയിറ്റ് ഇതിൽ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. യെസ്, ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് ഏരിയയുടെ മെയിൻ പ്ലേസ്. ഇന്നലെ ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് പോയി. ഇവിടെ എല്ലാവരും ഉള്ളപ്പോഴാണ് എൻ്റെ കാണാൻ ഭംഗിയിട്ടത്. ഇവിടെയൊക്കെ ക്യാമ്പിങ്ങിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് എല്ലാവരും പോയി. ഇപ്പോൾ സമയം 12:30. നമ്മൾ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് അതാണ് കേട്ടോ. അപ്പം നമ്മൾ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് ധൃതി പിടിച്ച് പോകേണ്ട കാര്യമില്ല. അതായത് ഇവരും ഇന്നലെ ഉണ്ടായിരുന്നു, അവരും 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഇതുണ്ടല്ലേ, ഇതാണ് ക്യാമ്പിംഗ് സൈറ്റ്. ആ കാണുന്നത് കളിക്കാനൊക്കെയുള്ള ഏരിയ ആണ്. അതിൻ്റെ ബാക്കിൽ പൂളുണ്ട്. രാത്രി 8 മണി വരെ ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലേ, ഇങ്ങോട്ടേക്കുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ നിന്നാണ് എൻട്രൻസ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറൊരു വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ അപ്പുറമാണ്. നമുക്ക് നമ്മുടെ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇതുണ്ട്, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ക്യാമ്പ് ചെയ്തിട്ട്. യെസ്, അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് ഹട്ടുകളുണ്ട്. ഇന്നലത്തെ റേറ്റ് ഇതിന് 130 ഒരു ഹട്ടിന് 4 പേർക്ക് താമസിക്കാനുള്ളതിന്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 6 പേർക്ക് അവർക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂയോർക്കിൻ്റെ ഫയറിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് 4 പേര് കൂടുതൽ ഒരു ഹട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്താലും മതി. അതിനും നമ്മളെടുത്തത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ എടുത്തായിരുന്നെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയതിനെ. പക്ഷേ ടെൻറ്റിങ് ഓഫ് കോഴ്സ് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. യെസ്, അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം ഇപ്പോൾ 12:37 പക്ഷേ ഇഷ്ടമായിടി മോനും അതിനുണ്ട്. നമ്മൾ ആ കാണുന്ന ഹട്ടിൻ്റെ ബാക്കിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. ആ കാണുന്ന ഹട്ടുകളുടെയൊക്കെ ബാക്കിലാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെ അല്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ ഏരിയയിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റില്ല. അടിപൊളി ഏരിയ അല്ലേ. ഇവിടെയും ഒരു ടെൻറ്റ് സൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഇവിടെ ഉണ്ടല്ലോ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ ഒരു വലിയ വണ്ടി മേടിച്ചിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം അല്ലേ. ക്യാമ്പ് ഗ്രൗണ്ടിൽ റോസാപ്പൂ വരെയാണ് കേട്ടോ. ഇതാണിപ്പോൾ KOAയിലെ നയാഗ്രയിലെ ക്യാമ്പ് ഗ്രൗണ്ട്. ഇവിടെ 2 ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ടോ. അതാ ഇവിടെ ഇങ്ങനെ ഒരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പൂളല്ല, ചെറിയൊരു കുളം, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അപ്പുറമാണ് കേട്ടോ. അത് നമ്മൾ കളിക്കാൻ പോകുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. 2 പൂളുണ്ട് കേട്ടോ. അത് ലോണ്ട്രി ഉണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ. അതേതാണല്ലേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. പിന്നെ ഇതാണ് ഇവരുടെ ഓഫീസ്. ഇതാണ് ഓഫീസ്. നയാഗ്ര ഫാൾസ് ഗ്രാൻഡ് ഐലൻഡ് KOA എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതാണ് ഓഫീസ്. ഓഫീസിലെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു, നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇതാണ് ഓഫീസ്. അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഷോപ്പും കൂടിയുണ്ട്. യെസ്, കണ്ടില്ല, നല്ല മനോഹരമായൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറേ വലിയ താറാവുകളുണ്ടായിരുന്നു. ആ താറാവിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അരയന്നം പോലത്തെ ഭയങ്കര വലിപ്പമുള്ള താറാവുകൾ. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇനി നമ്മൾ നയാഗ്ര ഫാൾസിൻ്റെ ഏരിയയിലേക്ക് പോവാം. നമ്മുടെ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാം കേട്ടോ. മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫസ്റ്റ് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഏരിയയിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ പാർക്കിംഗ് ലോട്ട് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഇവിടുത്തെ മുനിസിപ്പൽ ഒരു പാർക്കിംഗ് കണ്ടു. അവിടെ $20 11 മണി മുതൽ 7 മണി വരെ. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഇത് കാണുന്നുണ്ട്, ഹൈഡ്രജൻ ബലൂണാണെന്ന് തോന്നുന്നു. ആളുകൾ കയറിയിരിക്കാനുള്ള ഇത് കാണുന്നുണ്ട്, പക്ഷേ കയറുന്നതാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ നടക്കുന്നത് ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ ഏരിയയിലേക്ക് തന്നെയാണ്. ഇവിടെ ഓരോ ടീമുകളായിട്ട് വന്നിട്ട് ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ടീമുകൾ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ നടന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഫൈനലി ഇങ്ങനെ ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു നമ്മുടെ ഒരു നയാഗ്ര റിവർ കാണാം. ഭയങ്കര ശക്തമായ ഒഴുക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ആ കാണുന്ന ആ ഏരിയയിലാണെന്ന് തോന്നുന്നു നയാഗ്ര ഫാൾസ്. നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോകാം. ഫാൾസ് സ്റ്റേറ്റ് പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ആ പാർക്കിനോട് തൊട്ട് ചേർന്നായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ വരുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം വെറുതെ കാണാൻ വരുന്നവരും ടിക്കറ്റ് എടുക്കാൻ വരുന്നവരൊക്കെ ഇതിനകത്തുണ്ടാവും. ഇനിയിപ്പോൾ അതാണോ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ടിക്കറ്റ് ക്യൂ എന്നറിയില്ല. നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഫാൾസിൻ്റെ ഏരിയ കാണണം. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് റോഷ്നിയൊക്കെ പോകാൻ പോയി. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ക്യൂ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ദ മിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് 1946. നമ്മൾ ക്യൂവിലേക്ക് എത്തി. ക്യൂ ഇത്രയും ആളുകൾ നിൽക്കണമെങ്കിലും പെട്ടെന്ന് മാറുന്നുണ്ട്. കാരണം ഇത് പല കൗണ്ടറുകളാണ്. 1, 2, 3. ഞാൻ വിചാരിച്ചു ഒരുപാട് സമയം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യൂ കുറയുന്നുണ്ട്. ഇതാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ്സ്. അഡൽട്ട് 30, ചൈൽഡ് 12 വയസ്സ് വരെ $19, ലെസ് ദാൻ 5. യെസ്, അങ്ങനെ നമുക്ക് നയാഗ്ര ഫാൾസിൻ്റെ ആ ഒരു ഫസ്റ്റ് വ്യൂ ഒക്കെ കിട്ടി തുടങ്ങി. ആ കാണുന്നതാണ് ഒരു ഫാൾസ്. നമുക്കിതിൻ്റെ 3 ഫാൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ഏതാണെന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടുപിടിക്കണം. പേരും കാര്യങ്ങളും നമ്മൾ വന്നൊരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ കാണാനായിട്ട് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നതാണ്.
നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഇവിടെ വന്നിട്ടുണ്ട്. അവരും ഈ ഒരു ക്യൂവിലുണ്ട്. യാദൃശ്ചികമായിട്ട് നമ്മൾ അവരെ ഇവിടെ വെച്ച് കാണാൻ പറ്റി. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ നയാഗ്ര എന്നുള്ള വെള്ളത്തിൻ്റെ ആ ഒരു മിസ്റ്റൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതാ ആ കാണുന്നത് കാനഡയുടെ ഭാഗത്തു നിന്ന് വരുന്ന ബോട്ടാണ് കേട്ടോ, മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് തന്നെ. അപ്പോൾ അതിന് റെഡ് കളറാണ്. നമ്മൾ പോകുന്നത് US-ൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ കളറ് ബ്ലൂ ആയിരിക്കും. ബോട്ടിലുള്ള ആളുകൾ ഇട്ടിരിക്കുന്ന കോട്ടിൻ്റെ കളറാണ് നമ്മൾ പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ. ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാട്ടോ. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഗ്രീൻ കളറ്. വരാത്തവരുണ്ടെങ്കിൽ വരിക, നയാഗ്ര എക്സ്പ്ലോർ ചെയ്യുക. എന്താ ബ്യൂട്ടി എന്നൊന്ന് നോക്ക്. ഒരു രക്ഷയില്ലാത്ത ഇതിൻ്റെ സൈസ് തന്നെയാണ് കേട്ടോ. ആ കാണുന്ന മുഴുവൻ കാനഡയാണ് കേട്ടോ. കാനഡയാണ് ആ കാണുന്ന മുഴുവൻ. അടിപൊളി. അപ്പം ഈ സൈഡ് US ആണ്. നമ്മൾ ഈ കാണുന്ന നമ്മൾ US-ൻ്റെ സൈഡിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പം അവിടെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്. അത് മിക്കവാറും നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം നമ്മുടെ ഈ ഒരു മെയിൻ ഇവിടെ വരുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എക്സ്പ്ലോറിങ്. നമുക്ക് പോകാനുള്ള ബോട്ട് താഴെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകണം. എന്താ ബ്യൂട്ടി അല്ലേ, നേച്ചറിൻ്റെ ബ്യൂട്ടി. രക്ഷയില്ല കേട്ടോ. എല്ലാവരും എക്സ്പ്ലോറിങ്. ഈ ഒരു ലിഫ്റ്റിലൂടെ വേണം താഴേക്ക് എത്താൻ. ഏകദേശം ഒരു നല്ല താഴ്ചയുണ്ട് അങ്ങോട്ടേക്ക്. അവിടെ എത്തണം മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് പോകണമെങ്കിൽ. ഈ ഒരു ബ്രിഡ്ജ് എന്ത് ഭംഗിയാണല്ലേ. താഴേക്ക് പോകാനായിട്ട് നമുക്ക് 1, 2, 3, 4 ലിഫ്റ്റുകളുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റുള്ള ലിഫ്റ്റിൽ നിന്നുള്ള ആളുകളും കൂടി ഇറങ്ങി വരുന്നു. എന്താ നമ്മുടെ ഫ്രണ്ടും വൈഫും ഉണ്ട്. അവർ ഹായ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവരെയും കറക്റ്റ് കാണാൻ പറ്റി. അടിപൊളി. യെസ്, നയാഗ്ര ഫാൾസ്. ഓ യാ, ഓക്കെ. അതെല്ലാം കാനഡയാണ് നമ്മളെ കാണുന്നത്. ഓക്കെ, വാ നമുക്ക് ഇങ്ങോട്ടല്ലേ. യെസ്, മറ്റേ ബോട്ടിൽ പോകാനുള്ള ആളുകളൊക്കെ. ആ ഓക്കെ, കയറിയ പൊയ്യ. ഓക്കെ, ഓക്കെ. ഇതാണ് എക്സ്പ്ലോറിങ് നയാഗ്ര. നിങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സ്. ഓക്കെ, നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് രാജേഷ് ഏട്ടൻ. വൈഫ് രാജേഷ് ഏട്ടൻ ലോസ് ആഞ്ചൽസിലാണ് താമസിക്കുന്നത്. ചേച്ചി ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ ഇവിടെ വെച്ച് ഒട്ടും പ്ലാൻ ചെയ്യാതാണ്. ചേട്ടനും കൂടെ വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ട്രിപ്പ് വളരെ യാദൃശ്യമായിട്ട് ഇത്രയും ഡേയ്സ് കവർ ചെയ്ത് ഞങ്ങളിവിടെ എത്തി. അപ്പോൾ യെസ്, ഇത് നോക്കി. നമ്മുടെ ബോട്ട് ഇതാ പോകുന്നു. നമ്മുടെ ടൈറ്റാനിക് ഇതാ പോകുന്നു. കാനഡയൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത്. എന്നാൽ കയറാൻ പറ്റില്ല, നമുക്ക് കാനഡ വിസ ഇല്ല. മുമ്പിൽ പോവാ. ടിക്കറ്റ് എടുക്കുക റോഷ്നി. ഇതാ ഇവിടെ ടിക്കറ്റ് കാണിച്ച് എല്ലാം. ഇത്രയും ജനങ്ങൾ വന്നിട്ട് ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇതുണ്ടല്ലേ, എൻ്റെ പൊന്നു രക്ഷയില്ല. നമുക്കിവിടെ ഒരു ബ്ലൂ ജാക്കറ്റ് തരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള ആ ഫാൾസിൻ്റെ മിസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ മുമ്പിൽ പോയിക്കോട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ജാക്കറ്റ് കിട്ടുന്നത്. സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു വൈകുന്നേരമെങ്കിലും ആവുമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആ നടക്കുന്ന സ്പീഡിൽ ഇത്രയും ജനങ്ങൾ വന്ന് കണ്ടിവിടെ തീരുവാണ് കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ കോട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നടന്ന് വന്ന് ടിക്കറ്റ് എടുത്ത് നടന്നു വന്ന് ലിഫ്റ്റ് ഇറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സ്റ്റോപ്പില്ല. ഇത്രയും ജനങ്ങൾ വന്ന് കണ്ടുപോകുന്ന സ്ഥലത്ത് ഇത്രയും ആളുകൾ ഇവിടെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. വിളിച്ചു തുടങ്ങി നമ്മളെ. നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വിൻ്ററിലൊക്കെ പറഞ്ഞെങ്കിൽ നല്ല തണുപ്പുണ്ടാവും. ഇതുണ്ട് ആ ഒരു മിസ്റ്റ് അവിടെ നിന്ന് വരുന്നുണ്ടോ. അതുപോലെ തന്നെ ആ സൈഡ് നല്ല ഹൈറ്റിലാണ് ആ ഒരു കാനഡയുടെ സൈഡ് നിൽക്കുന്നത്. ഇത്ര ജനങ്ങളാണ്. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കേട്ടോ. വെറുതെ അല്ല അവർ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ഇത്രയും
വെള്ളം എറിക്കാനുള്ളൊരു സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ്. എന്തോരം ജനങ്ങളാണ് നമ്മുടെ ഹജ്ജിനൊക്കെ പോകുന്ന പോലെ ആൾക്കാർ വരുന്ന അത്രയ്ക്ക് തിരക്കാണ്. എൻ്റെ പൊന്നത്, നമ്മൾ ഒന്നും അറിയാതെ നേരെ വന്ന് നമ്മൾ ബോട്ടിലേക്ക് കയറുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. എൻ്റെ മോനെ, മൈ ഗോഡ്, നയഗ്ര ഫാൾസ് ഇവിടെ നോക്കുക. മൈ ഗോഡ്, മൈൻഡ് ബ്ലോയിങ്. താങ്ക് യു. മൈ ഗോഡ്, അതിൻ്റെ മോളിൽ നിന്നാണ് നമ്മൾ താഴേക്കുന്നത്. ആ വാ 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 റോഷൻ ഇവിടെ നിന്ന്. മൈ ഗോഡ്, അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരും സൈഡിൽ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ? ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ആളുകൾ നിൽക്കുന്ന കാണിച്ചാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവുന്നതായിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. മൈ ഗോഡ്, നമ്മൾ കാണുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ. കാറ്റ് ഭയങ്കരമായിട്ടോ. നമ്മൾ പറന്ന് പോകുന്ന തോന്നുന്ന രീതിയിലുള്ള കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഇതുണ്ടല്ലേ, ആ എല്ലാവരും കാറ്റടിച്ച്. യെസ്, ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നില്ല കേട്ടോ നമുക്ക്. അത്രയ്ക്ക് ഹൈറ്റാണ്. നമ്മൾ ഈ കാണുന്നതിനേക്കാൾ ഫീലിംഗ് കൂടുതലാണ്. ഇതാ അവിടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് നോക്കാം. ആ ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇതാ ആളുകൾ മുകളിൽ നിൽക്കണമെന്ന് വിചാരിക്കുക. എന്നിട്ട് നയാഗ്ര ഫാൾസിൻ്റെ ഹൈറ്റ് കാണുക. വാവ്, അമേസിങ്. അത് അമേരിക്ക, പകുതി കാനഡ. ഇവിടെ ഈ ഭാഗത്ത് വരുമെന്നൊരു സംശയമുണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, അതിൻ്റെ ഇടയ്ക്ക് പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നു മീൻ പിടിക്കാനായിട്ട്. അവിടെ ഒരു ലോഡ് പക്ഷികൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മുഖത്തേക്ക് ഫുള്ള് തണുത്ത വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. എത്ര നമ്മുടെ മഴക്കാലത്തൊക്കെ വെള്ളം കുത്തി ഒഴുകണ ആ ഒരു സ്പീഡിലാണ് വെള്ളം ഒഴുകണം. നമ്മുടെ മേത്തേക്ക് വെള്ളം തന്നെ തെറിക്കുക കേട്ടോ. ചെറിയ മിസ്റ്റ് അല്ല, നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം തന്നെ അടിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പുറ സൈഡിലുള്ളവരൊക്കെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. ഓ, ഒരു രക്ഷയില്ല. നമ്മൾ വന്നത് മുതലായിട്ടോ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, അമേസിങ്. മോളു എങ്ങനെയുണ്ട്? ഓക്കേ, മോനും എങ്ങനെയുണ്ട്? അതെ, മോൻ്റെ കണ്ണട ഇപ്പം ചാടിപ്പോവും. അത് പിടിച്ച കയ്യിൽ പിടിക്കുക, അങ്ങനെ വെക്കല്ലേ, ചാടിപ്പോവും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പോയാ? എങ്ങനെയുണ്ട് നയാഗ്ര? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അത്ഭുതം. മുച്ചി എങ്ങനെയുണ്ട്? അതെ, ഓക്കേ. നമ്മൾ ഇത്രയും കാശ് മുടക്കി വന്നത്, ഇത്രയും യാത്ര ചെയ്ത് നമ്മളിവിടെ എത്തിയത് ഭയങ്കര വർത്തായിരുന്നു കേട്ടോ. അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അവർ എനിക്കൊന്ന് ട്രെയിൽസ് വഴി വന്നിട്ട് വരുന്നതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. വെള്ളം എത്ര ദൂരത്തിലാണ് ചാടുന്നതെന്ന് നോക്കാം. അവിടെ വരുന്ന ആളുകൾ നിൽക്കുന്നു. അത്രയും ആളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ കേവ് കാണാൻ പോണെയാണെന്ന് അറിയില്ല. അവിടെ എലവേറ്റർ ഉണ്ട്. നമ്മൾ ബോട്ട് പോകണം നല്ല സ്പീഡിലാണ് കേട്ടോ, പതുക്കെയൊന്നും അല്ല പോകുന്നത്. ഇതൊക്കെ കിളികൾ. ഓ, ഇതാണ് അടുത്ത കട. എൻ്റെ അമ്മ വയ്യ, ഇതാണ് ഇവിടുത്തെ സ്പീഡ്. മൊബൈല് പോകുന്നതാണ് സംശയം. നോക്കിക്കോട്ടെ, നമ്മുടെ ആ ഒരു ഇത്രയും കാറ്റിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇത് എടുക്കുന്നത്. അതിശക്തമായ കാറ്റാണ്. നോക്കി, ഇത്രയും വലിയ കാറ്റിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വെള്ളച്ചാട്ടമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഫോഴ്സ് കൊണ്ട്
ഉണ്ടാവുന്ന കാറ്റാണെന്ന് സംശയമുണ്ട് കേട്ടോ. ഇത് ഹെവിയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ, കാണാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്ക്. അമേരിക്കൻ സൈഡിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം പറയുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. കേട്ടോ, അതിൻ്റെ മുകളിലെ ആളുകൾ നിന്ന് കാണുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടമാണ് ഈ മനസ്സിലാക്കാം. ഇത് അതുപോലെ വീണ്ടും ഇത് ഹോൾസ് വാട്ടർഫാൾസ് ഉണ്ട്. ഇത് പക്ഷേ ഇതായിരിക്കാം അത്. ഓ മൈ ഗോഡ്, ഇവിടെ മുഴുവൻ നമ്മൾ നനയോട്ടോ, ശരിക്കും നനയോട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ അടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതല്ലേ, വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ അടിയിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും നനയുവാണ്. നമ്മുടെ മൊബൈൽ പോകുമെന്നറിയില്ല, റെക്കോർഡിങ് ആണോന്നറിയില്ല. എന്താണെങ്കിലും മൊബൈൽ മൊത്തം വെള്ളമായിട്ടുണ്ട്. ഇത് നോക്കി, എൻ്റെ പൊന്ന് വെള്ളച്ചാട്ടം എന്താ ഇതാണിപ്പോൾ ഹോഴ്സ് ഷൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു രക്ഷയില്ല. മൈ ഗോഡ്, എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടത് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു സ്വർഗത്തിലൊക്കെ നിന്നിട്ട് വെള്ളയ്ക്ക് നോക്കുന്ന ഒരു അവസ്ഥയായിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ഒരു മിസ്റ്റ് വന്നിട്ട്. എൻ്റെ പൊന്നോ, എന്താണ് എക്സ്പ്ലോറിംഗ് എന്ന് പറയണ്ട. അവിടുന്ന് ആ കാണുന്ന റൗണ്ട് അവിടെ മുതൽ എങ്ങനെ കറങ്ങിയാൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ, അതൊരു വലിയ ഏരിയ ആണ് കേട്ടോ. അതൊരു വലിയ ഏരിയ ആണ് ആ കാണുന്നത്. അവിടെ മുതൽ ആ വെള്ളച്ചാട്ടം ഇവിടം വരെയുണ്ട്. വാ, നമ്മൾ ഒരിക്കലും എന്തൊക്കെ ഹൈപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നയാഗ്രയുടെ. എല്ലാവരും ന്യായമായിട്ട് നനഞ്ഞു. എന്താ ആ കാണുന്നതാണിപ്പോൾ വലിയ ഇത്. ഇവിടം മുതൽ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട്. ഇങ്ങനെ ഹോഴ്സ് ഷൂ പോലെ ഇങ്ങനെ കിടക്കുവാണ്. അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളിങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് ശരിക്കും വീഡിയോ എടുക്കാതെ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ ഇത് എന്താ പറയണേ, അതൊരു വലിയ നഷ്ടമാണ്. വീഡിയോ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്യാമറയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റും, ഒന്നും നോക്കിയില്ല കേട്ടോ. ക്യാമറയൊക്കെ നനഞ്ഞ് ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇത് എന്താ പറയുന്നത്, ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കം ടു USA, വിസിറ്റ് നയാഗ്ര. The best experience ever. Wonder of the earth. മനസ്സിലായോ? ഓ മൈ ഗോഡ്, വീണ്ടും നമ്മളെ കറക്കുവാണ്. എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഇരിയുമ്പോൾ ചാക്കി വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇതാ കാനഡയിൽ നിന്നുള്ള ആളുകളും അവിടെ വിസിറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പോയടത്താണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ അപ്പോൾ ഒരു ടേൺ ബേസിസിലാണ് ഇവരിവിടെ കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ അമേരിക്ക, റൈറ്റ് സൈഡിൽ കാനഡ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറ നിൽക്കുന്നെങ്കിൽ അതിൽ കുറേ കിളികൾ കൂട് കൂട്ടിയിരിക്കുന്നു. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്ന് 2500 മൈൽ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നത് നമുക്ക് യാതൊരു നഷ്ടമല്ല. അത്രയ്ക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എന്താ പറയണേ, ഒരു രക്ഷയില്ല. ഇത്രയും വലിയൊരു അത്ഭുതം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അത്രയ്ക്കും വലിയൊരു അത്ഭുതം. ഒരു ലൈഫ് ടൈം ഒരു അച്ചീവ്മെന്റ് ആണ്. ലൈഫ് ടൈം വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണിത്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇറങ്ങി വന്ന ടവറാണ് കാണുന്നത്. മൈ ഗോഡ്, നമ്മുടെ മൈക്ക് പോയി എന്നാണ് തോന്നുന്നത്. ഒരു മൈക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, ചാർജ് ചെയ്യുന്നതാണോന്ന് അറിയില്ല. ഈ ഒരു ബ്രിഡ്ജ്, ഇതിൽ നമ്മുടെ US വിസ കനേഡിയൻ വിസ ഉള്ളവർക്കാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതാണ് US സൈഡ്, അത് കനേഡിയൻ സൈഡ്. ഇതിന് നടുക്കൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ റൈറ്റ് സൈഡിൽ US ഫ്ലാഗും ലെഫ്റ്റ് സൈഡിൽ കനേഡിയൻ ഫ്ലാഗും കാണാം. അപ്പോൾ പാസ്പോർട്ട് ഉള്ളവർക്കൊക്കെ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നടന്നു പോകാൻ പറ്റും. എന്നോള് ഈശ കണ്ടില്ല എന്നിട്ട് പറയണേ. ഒരുപാട് വാട്ടർ ആയിട്ട്. മോന് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നല്ലേ? നയാഗ്ര എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഈ ഒരു റൈഡാണ് കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. ചേട്ടാ അടിച്ചു പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ആണോ? ഓക്കെ.
എങ്ങനെയായിരുന്നു? God is great. Subhanallah. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? Lifetime experience. ഓക്കെ ഓക്കെ ഓക്കെ. ബാബുജി എങ്ങനെയുണ്ടായിരുന്നു? ഈ അമേരിക്കയിൽ വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ ഒരു തീരാ നഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഇനി അമേരിക്കയില് ഇത് കാണാനായിട്ട് വന്നാലും അതൊരു ലാഭമാണോ? ലാഭമുണ്ട്. കാരണം ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. അതെ, അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. വാ വിജയ പോവാ. ഓക്കെ, അടിപൊളി, തകർത്തൂട്ടം, അമേസിങ് ആയിരുന്നു. നമ്മള് താഴേന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ താഴെ നിന്നപ്പോൾ ആ ഒരു ഇത് കണ്ടായിരുന്നു. വീണ്ടും ആ ഒരു അത്ഭുതം നമ്മൾ കാണുവാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലാട്ടോ താഴെ നിന്ന് കാണുന്നത്. അപ്പോൾ നയാഗ്ര കാണാൻ വരുന്നവർ ഇവിടെ നിന്ന് കണ്ടല്ലോ എന്ന് വിചാരിച്ച് പോകരുത്. അതാണ് അത്ഭുതം, ആ ഒരു സംഭവമാണ്. അത് കാണുന്ന ഒരു സംഭവമല്ല, അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യാം. ആ ഒരു വാച്ച് ടവറിൻ്റെ അവിടെ നിന്നിട്ടുള്ളൊരു റൗണ്ട് വ്യൂ നമുക്കൊന്ന് കാണാം. നയാഗ്ര ഫാൾസ് എങ്ങനെ കിടക്കണേന്ന് ഒരു പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാവും. അത് US കാനഡ ബ്രിഡ്ജാണ്. പണ്ട് ഇത് ബോട്ടിലാണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. ഈ പുഴയുടെ നടുക്ക് വെച്ചിട്ടാണ് US കാനഡ ബോർഡർ വരുന്നത്. അപ്പോൾ പണ്ട് ആ ബോട്ട് സർവീസിന് പകരം ഇപ്പോൾ ബ്രിഡ്ജ് പണിതു. എനിക്ക് തോന്നുന്നു ഒരു 10-40 വർഷമായി തോന്നുന്നു ആ ബ്രിഡ്ജ് പണിതിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു കാനഡയുടെ പാർട്ടിയിൽ നിന്ന് നമ്മൾ കയറിയ പോലെയുള്ള ബോട്ടിൽ ആളുകൾ കയറുന്ന ഏരിയ ആണ് ആ കാണുന്നത്. അങ്ങനെ പോയി. യെസ്, ഒരു റൗണ്ട് വ്യൂ ആണ് കേട്ടോ ടോട്ടലി. ഇനി നമ്മൾ ആ കാണുന്ന ഭാഗത്തിൻ്റെ സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്കൊക്കെ വരുന്നത്. ആ വരുന്ന പുഴയുടെ സൈഡിലായിട്ടാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി നടന്നു പോകുന്നത്. അതിനുശേഷം ഒരു കേവ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേവ് ആ ഭാഗത്താണെന്ന് തോന്നുന്നു. നമ്മളവിടെ ഇറങ്ങിയിട്ട് അപ്പുറ സൈഡിലേക്കായിരുന്നു പോയത്. വീണ്ടും നമ്മൾ നമ്മുടെ പാർക്കിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ് നടന്ന്. ഇനി നേരെ നയാഗ്രയുടെ ബാലൻസ് എക്സ്പ്ലോറിങ്. ഇറങ്ങി വരുമ്പോൾ അതായത് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്കാട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സുവനീറോ കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. നമ്മൾ വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും കൊടുക്കുക ഇത് പറഞ്ഞ് വാങ്ങിയിട്ടാണ്. ഇവിടെ നയാഗ്രയിൽ വന്ന ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ ബോട്ടിൻ്റെ ഒരു പടമൊക്കെ ആയിട്ടുള്ളത്. ഭയങ്കര ക്യൂ ആട്ടോ. എല്ലാവരും എന്തെങ്കിലും വാങ്ങിയിട്ടാട്ടോ പോകുന്നത്. ഇവിടെ വന്നതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് വലിയ ക്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങി വരും. കണ്ടപ്പോൾ തന്നെ നമ്മൾ മെയ്ഡ് ഓഫ് നയാഗ്ര ഫുൾ എക്സ്പ്ലോർ ചെയ്ത ഒരു ഫീലിലേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് പോയി നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നയാഗ്രയുടെ സൈഡിലേക്ക് പോട്ടെ. ഇവിടെ എന്തൊരു ചെറിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ താഴെയാണ് വന്നത്. അപ്പോൾ ഈ നയാഗ്ര ഫാൾസ് നമ്മൾ താഴെ നിന്നപ്പോൾ കണ്ടില്ലായിരുന്നോ? അപ്പോൾ ആ ഒരു ഈ വെള്ളം പോയിട്ടാണ് കേട്ടോ അങ്ങോട്ട് ചാടുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതുണ്ടോ, ഇവിടെ നിന്നാണ് അത് ഫോം ആവണത്. എന്താ ഭംഗിയല്ലേ, കടലിൻ്റെ അത്രയും വെള്ളമുണ്ട് ഒഴുകി വരുന്നത്. മനോഹരം, ഓരോ ഭാഗവും മനോഹരമാട്ടോ. ഈ വെള്ളച്ചാട്ടം വേണമെന്നില്ല, കുത്തി ഒഴുകി പോകുന്ന ഈ വെള്ളം തന്നെ കണ്ടാൽ മതി. എന്തൊരു ഭംഗിയാണ്. ഇത് ഈരി എന്ന് പറയുന്ന ഒരു ലേക്കിൽ നിന്നാട്ടോ ഇത് ഒഴുകി വരുന്നത്. ഈരി എന്ന് പറയുന്ന ലേക്ക് ഏകദേശം 10,000 സ്ക്വയർ മൈലുണ്ട്. അതായത് കേരളം തന്നെ 15,000 സ്ക്വയർ മൈലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ടോട്ടല്. എന്തൊരടുത്താ നമ്മൾ നിൽക്കുന്നല്ലേ റോഷിനി? നയാഗ്ര ഫാൾസിന്റെ നെറുകയിലാണ് കേട്ടോ. വല്ലാത്തൊരു അതിശയമാണ്. അത് നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് പ്രകൃതി നമുക്ക് വേണ്ടി ഇങ്ങനെ റെഡിയാക്കി കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആളുകൾ വരുന്നത് നിൽക്കുന്നതൊക്കെ കണ്ട എന്തൊരു അടുത്തടുത്താണ് ആളുകൾ നിൽക്കുന്നത്. ഇതുണ്ടല്ലോ, പാർക്കൊക്കെ നിറച്ച ആളുകൾ കേട്ടോ.
ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാം. ആ ഒരു മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് കാണണമെങ്കിൽ മാത്രമാണ് നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാം. കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയാമല്ലോ. നമ്മൾ അവിടെയാണ് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇതാണ് ഒരു ഫാൾസ്. നമ്മൾ ആ ബ്ലൂ ബോട്ടിൽ പോയി ആദ്യം കണ്ടത് ഇവിടെയാണ്. പിന്നെ അവിടെ നിന്ന് താഴേക്കൂടെ അങ്ങനെ പോയി ഹോഴ്സ് ഫാൾ കാണുന്നതാണ്. അതാണ് ജയന്റ് കേട്ടോ. അതിൻ്റെ വലിപ്പം നമുക്ക് അടുത്ത് പോയി നിന്നാലാണ് മനസ്സിലാവുള്ളൂ. ഓസം. പിന്നെ കാനഡയുടെ സൈഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. അത് കാനഡയാണ് കാണുന്നത്. കാനഡയുടെ ഭാഗത്ത് ഒരുപാട് ടവറുകളും ഒക്കെ കാണാൻ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര വ്യൂ ആണ്. അവിടുത്തെ ഹോട്ടലിൽ നിന്നൊക്കെ താമസിച്ചിട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ അതൊരു ഭയങ്കര വല്ലാത്തൊരു അനുഭവമായിരിക്കും. അപ്പോൾ കാനഡയ്ക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വർത്തിറ്റായിട്ടുള്ളത്. കാനഡയുടെ അവിടെ നിന്ന് താഴെ നിന്ന് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് മറ്റേ ബോട്ടിംഗ് റൈഡ് നടത്താനുള്ള ഒരു ഏരിയയൊക്കെയാണ് കാണുന്നത്. നമ്മൾ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും നയാഗ്ര കണ്ടു. ഓ, ഐഷ ഫോട്ടോ എടുത്തല്ലേ? ഓ വാവ്, വെരി ഗുഡ്. ഓക്കെ, ഇത് നമ്മുടെ കയ്യെത്തും ദൂരത്താണ് കേട്ടോ ഇതുള്ളത്. അത്ര അടുത്താണ് ഈ നദി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ, അതിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകാം. നമ്മളത് കാറിനും പോകാം. 12 മിനിറ്റ് 10 മിനിറ്റ് കൂടെ നടക്കാനുള്ള 1/2 മൈലുള്ളൂ കേട്ടോ. നടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു ബസ് അവിടെ കിടക്കുന്നുണ്ട്. അതിവിടെ മൊത്തം കറക്കി കാണിക്കുന്നതായിരിക്കും. ഫ്രീ ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വന്ന് കയറാൻ നോക്കാം. കേവ് ഓഫ് ദ വിൻസ് എന്നാട്ടോ അതിൻ്റെ പേര്. കുറേ സംഭവങ്ങളുണ്ട് അവിടെ. പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ടു ഗോട്ട് ഐലൻഡിലേക്ക് പോകാനുള്ളതാണത്. ഇത് ആ ബസ് പോകുന്നത് നമുക്ക് കാണാം. അത് ഫ്രീ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതങ്ങോട്ട് പോയിട്ടോ. ആ സൈഡിലും നമുക്ക് പുഴ കാണാം. അങ്ങോട്ടേക്കും ഭയങ്കര ബ്യൂട്ടി ആട്ടോ. കാര്യം താഴെ ഫാൾസെങ്കിലും ഇവിടെയും എന്താ ഭംഗി കാണാൻ. ഇവിടെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ താഴേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അതല്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. അതങ്ങോട്ടേക്ക് അവിടെയൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ആ ഭാഗത്താണ് നിന്നിരുന്ന് അവിടെ നിന്ന് നടന്ന് അവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് പാലമൊക്കെ ക്രോസ് ചെയ്ത് ഇതാണ് ഗോട്ട് ഐലൻഡ്. ഇവിടെയാണ് വിൻസ് ഓഫ് ദ കേവ്സ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അത് കാണാം. മൊത്തത്തിലൊരു വെള്ളത്തിൻ്റെ ഒരു എന്താ മായാജാലമാണ് കേട്ടോ ഇവിടെ. വെള്ളം തീർക്കുന്ന ഒരു മായാജാലമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അമേസിങ് നേച്ചർ, വാട്ടർ. എന്താ പറയണേ, ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് നയാഗ്ര? If I went to Niagara, Yeah. then I would spontaneously jump around in circles No. until You describe about Niagara. exactly. Yeah. Okay. I'm describing how I feel. Okay. Okay, so if I was at Niagara, which I am right now, technically. നടന്നൊരു 100 മീറ്റർ ഉള്ളൂ കേട്ടോ നടന്നു വരാൻ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ദൂരം തോന്നും. നടന്ന് വന്നു കഴിയുമ്പോൾ വീണ്ടും എന്താ ഒരു ചെറിയൊരു പാലം കൂടിയുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ വാട്ടർഫാൾസ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കൊതിയായി പോകും. നമുക്കൊന്ന് ഇറങ്ങാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ തോന്നും ഈ വെള്ളം കാണുമ്പോൾ കേട്ടോ. അത്രയ്ക്ക് നിങ്ങൾ കാണുന്നില്ല ബാക്കിൽ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നില്ലേ,
ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ആ ഒരു ബ്യൂട്ടി, പുഴയുടെ ആ ഒരു ബ്യൂട്ടി ഇത് കണ്ടോ. വീണ്ടും അടുത്ത പാർക്ക് അങ്ങോട്ടേക്കാണ്. ഇതാ കാനഡയുടെ സൈഡ്. അപ്പോൾ ആ ബിൽഡിങ്ങിലൂടെ ഒരു ലിഫ്റ്റ് കയറി പോകുന്ന നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ പുഴ കാണാം. അതുപോലെ തന്നെ കാനഡയുടെ മേളിലുള്ള ഒരു സ്കൈലോൺ ടവർ എന്ന് പറയുന്നൊരു ടവറാട്ടോ അത്. അതിൻ്റെ മേളിൽ എനിക്കൊന്ന് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. അതിലേക്ക് ലിഫ്റ്റൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ലിഫ്റ്റ് പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയും ഹൈറ്റിൽ ഇരുന്നിട്ട് എനിക്കൊന്ന് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നത്. ഫുഡൊക്കെ കഴിച്ച് നയാഗര വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒക്കെ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് അടിപൊളി. യു ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് നയാഗ്ര ഇൻ എ സ്മോൾ സെന്റൻസ്. Once again. Majestic and zesty. Oh wow. Me. Yeah. How about you? I would describe Niagara as majestic. So majestic. Don't copy. Okay, fine. Okay. But I would describe Niagara as if I were in Niagara, I would spontaneously jump around in circles. No, it's a small word or sentence. Okay. Just like as she said. Say. ഇടയ്ക്ക് ഈ വെള്ളം അതിമനോഹരമായിട്ട് ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടിയ താറാവുകളോ. താറാവുകളുടെ സൈസൊന്നും അല്ല കേട്ടോ. ഒരു 2 താറാവിൻ്റെ വലിപ്പമുണ്ട്. അതിന് എന്ത് ഭംഗിയാണെന്നറിയോ. കൊതിയാവുന്നു. അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നു. കേവ് ഓഫ് ദ ഫിൻസിലേക്ക് എത്തിയിട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ദൂരം തോന്നുമെങ്കിലും ഇവിടെയാണ് നമ്മുടെ പാർക്കിങ്. ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ ആദ്യം കണ്ട ബസ് ഇങ്ങോട്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എംബസി സ്യൂട്ട്സ് ഉണ്ടോ, കാനഡയിലാണ് കേട്ടോ ആ ബിൽഡിങ്. പിന്നെ കാനഡയുടെ ഭാഗത്ത് വിസിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ വേറെ ടൈപ്പ് വ്യൂസ് ആയിരിക്കും. ദിസ് ഈസ് അമേസിങ്, എനിക്കൊന്നും പറയാനില്ല. കേവ് ഓഫ് ദ വിൻസിൻ്റെ അവിടെ എത്തി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ആദ്യം നമ്മൾ ഇങ്ങനൊരു സംഭവത്തിലേക്കാണ് കേട്ടോ കയറുന്നത്. ഇതൊക്കെ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. താല്പര്യമില്ല ഇപ്പോൾ. നമുക്ക് ഹറിയിലാണ് എല്ലാം കാണാനുള്ളത്. അതുകൊണ്ട് നമ്മൾ 8 മിനിറ്റ് നിൽക്കണം കേട്ടോ. 8 മിനിറ്റ് ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആവും. ദ വേൾഡ് ചേഞ്ച് ഹിയർ മിനിറ്റ്സ് അണ്ടിൽ നെക്സ്റ്റ് ഷോ എന്നുള്ളത് കാണാം. ഇതിവിടെ ഒരു മൂവി ഷോയാണ് കേട്ടോ. ഇപ്പോൾ ഒരു മൂവി കാണിച്ചിരുന്നു. ആ മൂവിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലേക്കുള്ള കറണ്ട്, അത് അമേരിക്കയിൽ ആദ്യം തന്നെ AC കറണ്ട് വേൾഡിലാണോ എനിക്ക് സംശയമുണ്ട്. വേൾഡിലാണോ? പവർ പ്ലാന്റ് നിർമ്മിച്ചത് എവിടെയാണ്? ഇൻഡസ്ട്രിയലിസ്റ്റും കൂടി ഫസ്റ്റ് പവർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ AC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെയാണ് ബാക്കി വേൾഡിലത്തെ എല്ലാ കൺട്രീസിലേക്കും ആ ഒരു ടെക്നോളജി സ്പ്രെഡ് ചെയ്തതെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. അതെ. അപ്പം ഇപ്പോഴും ന്യൂയോർക്കിൻ്റെ മേജറായിട്ടുള്ള ഏരിയയിലേക്ക് ഇവിടെ നിന്നാണ് ഇപ്പോഴും കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പോകുന്നത്. എന്തായാലും അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നല്ല പരിപാടി കേട്ടോ. നമുക്കത് ഇഷ്ടമായി. എന്താണെങ്കിലും നല്ല കുറച്ച് അറിയാനുള്ള കാര്യങ്ങളുണ്ട്. നിന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ടണലിലേക്കാണ് കേട്ടോ വരുന്നത്. ഇത് മിസ്സാവാതെ വരുന്നത് നന്നായിട്ടോ. എന്തായാലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാൻ പ്ലാൻ ചെയ്തത് വളരെ അടിപൊളിയാണ്. കേവ് ഓഫ് ദ വിൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും ആളുകൾ ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരാൾക്ക് $23 കേട്ടോ. കുട്ടികൾക്ക് $19. ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു അതിലൊരു വാല്യൂ ഉണ്ടെന്നുള്ളത്. നമുക്കിതിൽ പോകുമ്പോൾ ഒരു ഗുഹയൊക്കെ പോകുന്ന ഫീൽ തന്നെയാണ്. ഇതിൻ്റെ അകത്തോടൊക്കെ ഒരു വെള്ളം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. എന്താണെന്നുള്ള പുറത്ത് എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. താങ്ക് യു. നമ്മൾ ആദ്യം ബ്ലൂ കവർ മേടിച്ചിട്ട് അത് മാറാതെ നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇവിടെ നമ്മൾ ലാഹോള പോയ ഒരു അവസ്ഥ കേട്ടോ. ഇതൊക്കെ ഇത് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ശരിക്കും കിളികളുടെ സൗണ്ട്, കിളികളുടെ ഭയങ്കര നമ്മുടെ സമ്മേളനമൊക്കെ നടക്കും പോലെയുള്ളൊരു സൗണ്ടാട്ടോ ഇവിടെ. ഒരു ആഘോഷമാണ് കേട്ടോ.
എന്തിനു ഒച്ച ഉണ്ടാക്കണമെന്ന് മനസ്സിലാവണ്ട. അതാ നമ്മൾ ബോട്ടിങ് അവിടെ നിന്ന് ചെയ്ത് പോയതാണ്. നമ്മൾ പോയ ബോട്ടാണ് കാണുന്നത്. ബോട്ടിങ് ചെയ്ത് പോയ സ്ഥലം ഹോഴ്സൂൻ്റെ ഏരിയ ആണ് ആ കാണുന്നത് കേട്ടോ. ദൂരം കിളികളാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയണ്ട. ഈ കിളികളുടെ സൗണ്ട് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ കിളികൾ. നമ്മൾ ആദ്യം അവിടെ നിന്നിരുന്ന് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. ആ പുഴയിലൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, കറക്റ്റ് ബാഹുബലിയിലെ എന്താ ഇതിന് പറയണ്ടേ? ഇതൊക്കെ എത്ര പൈസ കൊടുത്ത് വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ വരുമ്പോൾ ഇതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക. ഇങ്ങനെയൊരു നയാഗ്ര ഞാൻ സത്യം പറഞ്ഞ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്താ കാഴ്ചകളല്ലേ. നമ്മൾ ഈ താഴേക്ക് ഇറങ്ങി പോകണം. നമ്മൾ ഇതിലാണ് കേട്ടോ. അതെ, നമ്മളാദ്യം പോയ ബോട്ട് ഇതേ പോകുന്നു. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. ആഗ്രയിൽ വന്നാൽ ഈ ബോട്ട് എടുത്ത് റൈഡ് ചെയ്യണം കേട്ടോ. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. യെസ്, വലിച്ചെടുക്കട്ടെ. എൻ്റെ കയ്യിലേക്ക് ആക്കി. വാവ്, ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു കാറ്റ്, ആ ബോട്ടിൽ പോകുന്ന അതേ ഫീല് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കേവ് ഓഫ് ദ ബിൻസും മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരരുത്. എൻ്റെ പൊന്നിതാ, ഇത് നോക്കി, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ? അത് നോക്കി, എന്താ ഇത്, എത്ര ഹൈറ്റിലാണ്. മൈ ഗോഡ്, ഇത് ഇങ്ങനെ മനുഷ്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത്രയും ബ്യൂട്ടി ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ എന്താ. മൈ ഗോഡ്, ഇതാണ് ഭംഗിയില്ലേ. റോഷ്നി എങ്ങനെയുണ്ട്? എന്താ പൊന്നോ, ഒന്ന് നോക്കട്ടോ. ഇത് നമ്മളെ ഓരോന്നും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാൾസിൻ്റെ ഇവിടെ നിന്നിട്ട് നമ്മൾ ആദ്യം അപ്പുറ സൈഡിൽ നിന്ന് കണ്ടായിരുന്നു. നമ്മൾ ആദ്യം കയറിയ വാച്ച് ടവറാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന് ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടോ. പക്ഷികൾ പറന്നുകൊണ്ടുണ്ടോ. നമ്മൾ വീണ്ടും വൈകുന്നേരമായപ്പോൾ ഇനിയിപ്പോൾ നയാഗ്രയിൽ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇറങ്ങുവാണ്. വീട്ടിലൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 7:30 ഇവിടെ ഇപ്പോൾ 9:30 ആയപ്പോഴാണ് ഏകദേശം ഒന്ന് രാത്രിയായി തുടങ്ങിയത്. നമ്മൾ വിചാരിച്ചൊരു 6 മണി 7 മണി ആയിട്ടുള്ളൂ എന്നാണ്. ലോസ് ആഞ്ചൽസിനേക്കാളും അധികം ലേറ്റ് ആയിട്ടാണ് ഇവിടെ രാത്രിയാവുന്നത്. ലോസ് ആഞ്ചൽസിൽ മാക്സിമം ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും മാക്സിമം രാത്രിയാകും. ഇവിടെ 9:30 ആവണം രാത്രിയാവണമെങ്കിൽ. അപ്പം സമയം പോയ ഒരു ഇത് നമുക്ക് തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കര തകർക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ വിടുന്നില്ല ഒന്നും. ഇപ്പോൾ ഫയർ വർക്ക്സിന് തുടങ്ങാറായി. 5 മിനിറ്റ് ഉള്ളൂ. 4 മിനിറ്റും കൊണ്ട് 5 മിനിറ്റോടെ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹയാത്ത് പ്ലാസ ഉണ്ട് കേട്ടോ. സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് ടീ ഷർട്ട്സ് ഷോപ്പുകളൊക്കെ കാണാം. ഇഷ എവിടെ പോണേ? ഉച്ചയ്ക്ക് വരുന്നുണ്ട്. സമയം 9:57 10 മണിക്കാണ് ഫയർ വർക്ക്സ്. കടകളിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഷർട്ടുകളൊക്കെ മേടിക്കാൻ 3 എണ്ണം $10 ഉള്ളൂ ഇവിടെ. ഇത് തന്നെയാണല്ലോ നമ്മൾ ഇന്ന് വന്നതല്ലേ? അപ്പം കാനഡയ്ക്ക് പോവാ രാത്രി, ആരും കാണാണ്ട്. അപ്പം എല്ലാ പരിപാടിയും ഒരു സ്ഥലത്ത് തന്നെ അല്ലേ? മൂൺ സാർ വന്നിട്ടുണ്ട് മുകളിൽ. മൂൺ സാറ് ഓക്കെ. കനേഡിയൻ ബിൽഡിങ്സ്. അമേരിക്കയുടെ ഭാഗത്ത് ബിൽഡിങ്സ് ഒന്നും ഇല്ല കാണിക്കാൻ. 9:59 ആയിട്ടോ. ഫയർ വർക്ക്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കാണ്, ഒരെണ്ണം പോലും മിസ്സാവാതിരിക്കാനായിട്ട്.
യെസ്. അപ്പോൾ നമ്മുടെ ആ ബലൂൺ കാണട്ടെ രാത്രി ഭയങ്കര ഒരു മൂണിനെ പോലെ നമ്മൾ പകല് കണ്ട ഒരു സംഭവമാണ്. തുടങ്ങി. വാവ്, മുതലായി. യെസ്. 5 minutes ഉണ്ടോ? ആ താഴെ പോണോ? ഓ അടിപൊളി. നമുക്ക് ആ പാർക്കിന്റെ അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അടിപൊളി. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്ക് തീർന്നാലോ. ഞാൻ പോയി നോക്കിട്ടോ. നിന്റെ ഫോണുണ്ടോ? എന്നാൽ കണ്ടോടെ നിൽക്കാൻ പോയി നോക്കിട്ട് കേട്ടോ. നിങ്ങളിവിടെ നിൽക്കട്ടോ. ഓടട്ടോ ഗൈസ്. ഫൈനലി അടിപൊളിയാട്ടാ. നമ്മുടെ കാനഡയുടെ ബിൽഡിങ്ങുകളും ഈ ഒരു ആംബിയൻസിലാണ് നമ്മൾ കാണുന്നത്. നയാഗ്രയുടെ ഇതിൻ്റെ അതിലും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഈ വാട്ടർഫാൾസിനോട് ചേർന്നാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്ന് ഇവിടെ ഒന്നും രക്ഷയില്ല കേട്ടോ. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് കേട്ടോ. അത് നയാഗ്ര ഫോൾസിന്റെ താഴെ നിന്നാണ് ഫയർ വർക്ക്സ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത് എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ കോർണറിൽ നിന്നാൽ ഫൈവ് മിനിറ്റ്സ് ഉണ്ട്. 3 minutes ആയി. എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് അറിയുന്നുണ്ടായിരുന്നു. ഓ യെസ്, നമുക്കൊന്ന് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അടിയിൽ നിന്ന് പോകുന്ന വല്ലതും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വാച്ച് ടവർ ആണ് നോക്കുന്നത്. അഞ്ച് മിനിറ്റാണ് കേട്ടോ ഈ ഒരു ഫയർ വർക്ക്സ് വരുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കരഘോഷങ്ങളാണ്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇരുട്ടായിട്ട് കാണാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് അമേസിങ്. പിന്നെ ഇവിടുത്തെ ഒരു ലൈറ്റ് ഷോയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് എൻ്റെ ലൈറ്റ് ഷോയുടെ ഒരു സംഭവം നോക്കാം. രാത്രിയിൽ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ജനങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ? പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീക്ക് ഡേ ആണ്, വീക്കെൻഡ് അല്ല. എന്നിട്ട് പോലും ഇത്രയും ആളുകളുണ്ട്.
ഇത് നോക്കി എത്ര ജനങ്ങളാണ് ഇത് കഴിഞ്ഞ് പോണത് നോക്കി. നമ്മുടെ ബാക്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആളുകളെ ഇത് ശരിക്കും ഒരു ഇന്ത്യയിൽ നടക്കുന്ന പരിപാടി പോലെ കേട്ടോ. 90% ആൾക്കാരും ഇന്ത്യക്കാരാണ് കേട്ടോ ഇവിടെ വരുന്നത്. യെസ്, എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടോ? ആണോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു അബുജി? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? അടിപൊളി. തൃശ്ശൂർ പൂരണ്ടല്ലോ, അതൊരു പൂരം തന്നെയാ. കുറെ ആളുകൾ പോയതിന് ശേഷമുള്ള ആളുകളാണ് പിന്നെ ഈ കാണുന്നത്. നമ്മള് എത്ര ജനങ്ങളാണ് പോകുന്നതെന്ന് നോക്കുക. ഇത്രയും ആളുകൾ ഈ രാത്രിയിൽ 10 മണിക്ക് ഇവിടുത്തെ ഈ ഒരു വെടിക്കെട്ട് കണ്ടിട്ട് പോകുന്നതാണ്. ഡെയിലി നടക്കുന്ന സംഭവമാണ്. വീണ്ടും നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ വന്ന സ്ഥലത്തേക്ക് ആളുകളൊക്കെ പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റില്ലുണ്ട്. വെയിറ്റ് ചെയ്തിരുന്ന LED ലൈറ്റിൻ്റെ ആ ഒരു വിസ്മയം കാണാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, നയാഗ്രയിലേക്ക് LED ലൈറ്റ് അടിച്ചിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നാണ് LED ലൈറ്റ് വരുന്നത്. അത് ഇങ്ങോട്ടേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് മാറും. നേരിട്ട് കാണാനാണ് ഭംഗി. ലൈറ്റ് കാണാനും ഫയർ വർക്ക്സ് കാണാനും ഒക്കെ നമുക്ക് നമ്മളാ ഉച്ചയ്ക്ക് വന്ന് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് കാണാൻ കയറിയ ആ സ്ഥലത്തോട് കയറി കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ കയറുന്നതിന് കുഴപ്പമില്ല. ഫൈനലി നമ്മുടെ ടെൻറ്റിലേക്ക് എത്തി. യെസ്, രാത്രി 11:30 ആയിട്ടോ. നമ്മുടെ കനോപ്പിയൊക്കെ അലങ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. നിങ്ങളധികം ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അധികമൊന്നും അങ്ങനെ വലിച്ച് നീട്ടിയിട്ടില്ല. ഒരു അടിപൊളി കനോപ്പി ലൈറ്റൊക്കെ വെച്ച്. ഇത് വാപ്പച്ചിയുടെ അടിപൊളി പാട്ട്. എന്ത് പാട്ടാ വാപ്പച്ചി പാടുന്നത് ഇവിടെ? എല്ലാവരും ചെല്ലാണ്. അത് ശരി. ഓക്കെ, ഉമ്മച്ചിയൊക്കെ ഇവിടെ ചൂട് കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. യെസ്, അങ്ങനെ നമ്മുടെ നയാഗ്ര പരിപാടികൾ അവസാനിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നയാഗ്ര? ബാബുജിക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് 2-3 ദിവസത്തെ പരിപാടി ഉണ്ടല്ലോ. ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മൂളി കേറിയിട്ട് ആ വെള്ളം ഇങ്ങനെ അടിച്ചു വന്നില്ലേ, അപ്പോ കേവ് ഓഫ് ദ വിൻസ് അതാണ് ഇഷ്ടപ്പെട്ടെ. അതാട്ടെ എനിക്ക് കുറച്ചുകൂടി ആ ഒരു മെമ്മറിയിൽ ആ ഒരു ബ്യൂട്ടിയും അതിന്റെ ഒരു ഡെപ്തും വളരെ മനോഹരമായ കാഴ്ച മാത്രമല്ല, അതൊരു അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു.
അതെ അതെ അതെ. കൈ വിട്ടാ തലയും കുത്തി താഴെ. ഐഷിക്കാണ് ഇഷ്ടപ്പെട്ട കേവ് ഓഫ് ദ വിങ്സ്. ഐഷ കുറച്ചേരം താഴെ നിന്ന് ബിരിയാണി. ഓക്കെ. കുറച്ചേരം അവിടെ നിന്ന് പിന്നെ പോയി. പിന്നെ അടിച്ചു പൊളിച്ച്. ഉമ്മച്ചിക്ക് അതാ രണ്ടെണ്ണത്തിൽ ഇഷ്ടപ്പെട്ട ഇന്നത്തേല്? രണ്ടും ഇഷ്ടായി. ഒന്നും അതല്ല, പ്രത്യേകിച്ച് ഒന്നും ഫസ്റ്റ് എന്ന് പറയാനില്ല, രണ്ടും ഒരുപോലെ. അതുപോലെ ബോട്ട് യാത്ര അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടും നല്ല യാത്രയായിരുന്നു. അതെ അതെ. പിന്നെ അതായത് വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലോട്ട് കേറി പോണ പോലെ തോന്നി. അതെ 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 അതെ. കേറി പോണ പോലെ അല്ലേ, കേറി പോയല്ലോ. അപ്പൊ നമ്മളാ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോ മേളിൽ ഇങ്ങനെ പന്തലിട്ട പോലെ മിസ്റ്റ് ഇങ്ങനെ നിക്കും. അതൊരു സംഭവമായിരുന്നു അല്ലേ. അതെ. അത് നടുക്ക് നിർത്തുമ്പോ നമ്മള് മേളില് അത് സൺലൈറ്റിൽ ഇങ്ങനെ ഒരു പന്തല് പോലെ, അത് നമ്മള് വേറെ ഏതോ ഒരു വേൾഡ് പോലെയാണ്. അതൊരു ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഉള്ളൊരു സംഭവമൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഒന്നും അല്ല അല്ലേ. ഈ രണ്ട് സംഭവം ചെയ്തില്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ആ ഒരു റൈഡുകൾ രണ്ടും അടിപൊളിയാണ്. രണ്ടും റൈഡെന്ന് പറയാൻ പറ്റില്ല, ഒരെണ്ണം റൈഡ് ഒരെണ്ണം. അവിടെ ഇരിക്കും. മോനിക്ക് അതാ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? എനിക്ക് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. ആണോ? മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ഫസ്റ്റ് അതാണ് ഇഷ്ടപ്പെട്ടെ. സെക്കൻഡ് കേവ് ഓഫ് കേവ് ഓഫ് ദ വിങ്സ്. അതെ. അപ്പം എന്താ പറയണേ, അപ്പോൾ നമ്മൾ ഇന്നത്തോടുകൂടി നയാഗ്രയുടെ പരിപാടികൾ തീരും. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചു വന്നായിരിക്കും. ക്യാമ്പിങ് എങ്ങനെയുണ്ടായിരുന്നു? ടെന്റ് ക്യാമ്പിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ബാബുജി? ടെന്റ് ക്യാമ്പിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്. അതായത് ഊതി വീർപ്പിച്ച കിടക്കയിലുള്ള ഒരു ഉറക്കമാണ്. അത് എഴുന്നേറ്റ് നിൽക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല. നിൽക്കാൻ ശ്രമിച്ച കിടക്കും, കിടക്കാൻ ശ്രമിച്ച നിൽക്കും. അങ്ങനത്തെ ഒരു കിടക്കയാണ്. മാജിക് പില്ലോ, മാജിക് മാറ്റ്, അതിലാണ് കിടന്നത്. അതോടുകൂടി നടുവിന്റെ അപ്പീസ് ഇപ്പോഴും നടു ശരിയായിട്ടില്ല. എന്നാലും ഉറങ്ങിയിട്ട് ഇടയ്ക്ക് എണീറ്റായിരുന്നു? അത് രാവിലെ ആണോ എണീറ്റ? അല്ല, ഉറക്കം എന്ന് പറഞ്ഞാൽ കിടന്നാ ഉറങ്ങി, പിന്നെ രാവിലെ എണീക്കുള്ളൂ. അപ്പൊ ബെഡ് ശരിയല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റൂലല്ലോ. ഉറക്കം അത് നമ്മുടെ വേറെ ഒരു ദിനചര്യയാണ്. ഉറക്കം എത്ര വൈകി കിടന്നാലും രാവിലെ എണീക്കും. പിന്നെ ടെന്റിന്റെ തന്നെയല്ല, നമ്മുടെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ്, ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലുണ്ടാക്കണ പോലെ ഉണ്ടാക്കി ഒക്കെ കഴിച്ചല്ലേ, അത് അടിപൊളി. നമ്മള് ഒരു ഫ്രീ ഇടമാണ്. മറ്റേ ഹോട്ടലിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാല് റൂം എടുക്കുന്നു, വെട്ടി പോയി കിടക്കുന്നു അല്ലേ, പിന്നെ വയറ് കേടാവുന്നു. അതെ അതെ, അതൊന്നുമില്ല. അതെ. വേറെന്താ? അപ്പൊ നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്നുള്ള യാത്ര നയാഗ്രയിൽ നമ്മൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്താൻ നമ്മൾ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 5000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും ഏകദേശം. നഷ്ടമില്ല. നമുക്ക് ഇതുവരെയുള്ള നയാഗ്രയുടെ ആ ഒരു ഇത് പൂർത്തിയായി. എക്സ്പെഡിഷൻ കുറെ സ്ഥലങ്ങൾ കവർ ചെയ്തു, കുറെ സ്റ്റേറ്റുകൾ കവർ ചെയ്തു. പിന്നെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കയറി. കൂട്ടുകാരിയുടെ വീട്ടിൽ കയറി. അപ്പോൾ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്താ പറയണേ, നമ്മുടെ ഒരു വല്ലാത്തൊരു ലൈഫ് ടൈം മെമ്മറിയാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതും. എന്താ പറയണേ, റോഷ്നിയാണ് ഇന്നിപ്പോൾ ഈ ഒരു ഫയർ വർക്ക്സ് ചെയ്യണമെന്ന്, ഫയർ വർക്ക്സ് അല്ലല്ലോ, ക്യാമ്പ് ഫയർ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഡെക്കറേഷൻ റോഷ്നി അറേഞ്ച് ചെയ്തു. പിന്നെ റോഷ്നിയുടെ ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാമ്പിങ് ഭയങ്കര എല്ലാം കംപ്ലീറ്റ് ആയി. ആകെ സ്വിമ്മിംഗ് പൂളിലൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു, അതിനുള്ള നമുക്ക് സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ അതും കൂടെ കഴിഞ്ഞായിരുന്നു ഈ സ്വിമ്മിംഗ് പൂൾ നമ്മൾ തകർത്തേനെ. പിന്നെ കുട്ടികൾ പോയി കളിക്കാൻ പോയി, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും 100 ഇരട്ടി സന്തോഷമായിരുന്നു നമ്മുടെ ഈ ഒരു ട്രിപ്പ്. എന്തായാലും ഇനി കൂടുതൽ അടിപൊളി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.